I swear that I'm gonna try to be a good boy. Really? കഴിഞ്ഞ 2-3 ആഴ്ച ആയിട്ട് CR7 ആളുടെ ഫാൻസിനെ കൊണ്ട് ഡബിൾ ഷിഫ്റ്റും ഓവർ ടൈമും നൈറ്റ് ഷിഫ്റ്റും എല്ലാം കൂടെ എടുത്ത് കഷ്ടപ്പിടിപ്പിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലാ തോന്നുന്നുണ്ട്. ആദ്യം പിയേഴ്സ് മോർഗന്റെ ഒപ്പമുള്ള ആ ഒരു സ്റ്റുപ്പിഡാസ് ഇന്റർവ്യൂ. നൗ ദിസ് അയർലൻഡിനെതിരെ ഒരു ക്രൂഷ്യൽ മാച്ച്. ഓക്കെ, ടീം ഓൾറെഡി 2 ഗോളിന് തോറ്റു നിൽക്കുകയാണ്. ആ സമയത്തുള്ള അണ്ണന്റെ ഓരോരോ കഴപ്പുകളെ വല്ല ആവശ്യമുണ്ടേനോ? ഇനിയിപ്പോ ഈ ഒരു സംഭവത്തിനെ ഡിഫെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ അണ്ണൻ മാസ് അണ്ണനെ തൊട്ട അണ്ണൻ ഇടിക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ ഫാനോളി വാണങ്ങൾ കമന്റ്സിൽ വരും. എടാ, നിങ്ങൾക്കൊന്നും ഒരു ബോധല്ലേ? അണ്ണൻ ചെയ്തതിനെ ഇനി ആരെങ്കിലും ഒക്കെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ വേറെ വല്ല പണിക്കും പോയിക്കോളി. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ വേണം, അല്ലാതെ അണ്ണനെ മീട്രേഡ് ചെയ്ത് നടക്കരുത്. മനസ്സിലായോ? CR7 റെഡ് കാർഡ് കിട്ടിയതിലോ പോർച്ചുഗൽ തോറ്റിയിലോ അല്ലെങ്കിൽ മറ്റേ പ്ലെയർ ഇടിച്ചിലോ ഒന്നും അല്ല എനിക്ക് കുഴപ്പം. ഓക്കെ, അതൊക്കെ കളിയിൽ നടക്കും. ചില സമയത്ത് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ he is 40 years old. ആൻഡ് ഈ ഒരു മാച്ചിനായാലും അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള പോർച്ചുഗലിന്റെ മാച്ചിനായാലും അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ആളൻ ഇന്റർവ്യൂസിൽ ഇതാ പറയുന്നു, ആളുടെ ലാസ്റ്റ് ഫ്യൂ മാച്ചസ് ആണ് പോർച്ചുഗലിനോടൊപ്പമുള്ള ആളുടെ ഫൈനൽ ടൂർണമെന്റ് ആണ് 2026 വേൾഡ് കപ്പ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ആളിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇങ്ങനത്തെ ഓരോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു റെഡ് കാർഡ് ഓക്കെ വയലന്റ് കണ്ടക്ട് എന്നുള്ള രീതിയിലാണ് റെഫറീസ് ആയാലും ആരായാലും ഇതിനെ നോക്കി കാണുക. അറിഞ്ഞുകൊണ്ട് ഒരാൾ ഇടിക്കുകയാണ്, അതിപ്പോ കൊണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഒപ്പണന്റിനെ വേദനിച്ചോ ഇല്ല അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. വയലന്റ് കണ്ടക്ട് ആയിട്ട് കൂട്ടുമ്പോൾ ചില സമയത്ത് 3 ബാച്ച് ബാന് അങ്ങനെയൊക്കെയാണ് വരും. ഒന്ന് ആലോചിച്ച് നോക്കി, ആൾക്ക് വല്ല 4 മാച്ച് ബാനോ 5 മാച്ച് ബാനോ അങ്ങനെ എന്തെങ്കിലും കിറ്റങ്ങൾ കൊടുത്തീനെങ്കിലോ വേൾഡ് കപ്പ് അങ്ങോട്ട് കയ്യിന്ന് പോയിനോ. ആളുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് കളിക്കൊന്നും വേണ്ട, അതിന് മുന്നേ തന്നെ ആൾക്ക് സുഖമായിട്ട് അങ്ങ് റിട്ടയർ ചെയ്യുക. ഇപ്പൊ തന്നെ ഞാൻ കേൾക്കുന്നു 2 മാച്ച് സസ്പെൻഷനാ. അതായത് ആളുടെ ഫൈനൽ വേൾഡ് കപ്പ് ക്വാളിഫയർ മാച്ച് ആയിട്ട് അയർലൻഡിനെതിരെയുള്ള 2-0 തോൽവി പ്ലസ് റെഡ് കാർഡ്. അതാണ് ആളുടെ ഫൈനൽ മാച്ച്. അർമേനിയക്കെതിരെയുള്ള ആ ഒരു ലാസ്റ്റ് മാച്ച് ആൾക്ക് കളിക്കാൻ കഴിയൂല എന്ന് മാത്രമല്ല, പോർച്ചുഗലിന്റെ ആ ഒരു സ്ക്വാഡിന്റെ മേലെ ഒരു ഭാരമായിട്ട് ഭാരമൊന്നുമല്ല, ഒരു സുഖമായി ജയിച്ചോളും. നല്ല മാർജിനിൽ തന്നെ ജയിക്കണം, വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. ഈ ഒരു ക്വാളിഫയേഴ്സിലെ അയർലൻഡിനെതിരെയുള്ള 2 മാച്ചസ് CR7 സംബന്ധിച്ചും പോർച്ചുഗലിനെ സംബന്ധിച്ചും ഒരു നൈറ്റ് മെയർ ആയിരുന്നു. ഫസ്റ്റ് മാച്ചിൽ അണ്ണൻ പെനാൾട്ടി മിസ്സാക്കിയതിന് ശേഷം ലാസ്റ്റ് മിനിറ്റിൽ എങ്ങാണ്ടോ റൂബൻ നെവസിന്റെ ഗോളിൽ കഷ്ടിച്ചാണ് അവർ ജയിച്ചത്. ആ മാച്ചിലെ 3 പോയിന്റ്സും കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ പോർച്ചുഗൽ ക്വാളിഫൈ ചെയ്യുന്ന കാര്യത്തിൽ വളരെ വലിയ ഡൗട്ട്സ് ഉണ്ടാവുമായിരുന്നു. ഈ ഒരു തോൽവി കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്തായാലും അയർലൻഡ് എക്സ്പോസ്ഡ് പോർച്ചുഗൽ ടുഡേ. ലോ ബ്ലോക്ക് ഇട്ട് കൗണ്ടറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ടീംസിനെതിരെ പോർച്ചുഗലിന് ഇപ്പോഴും കളിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലായല്ലോ. അതിനോടൊപ്പം ഇൻഡിവിജ്വൽ എറേഴ്സ് വരുന്നുണ്ട്. നമ്മൾ നന്നായി കളിക്കുന്ന എക്സ്പെക്ട് ചെയ്ത പല പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്നും പുവർ പെർഫോമൻസ്. ബേസിക്കലി പ്ലേയേഴ്സ് ആയാലും കോച്ച് ആയാലും ഫാൻസ് ആയാലും എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഓഫ് പെർഫോമൻസ്. പിന്നുള്ള ഒരു സംഭവം എന്താണെന്നറിയോ? CR7 ഇന്റർവ്യൂസിലായാലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് പറയും, ഫാൻസ് അങ്ങനെ കാണിച്ചോട്ടെ ഇങ്ങനെ കാണിച്ചോട്ടെ, അല്ലെങ്കിൽ ആൾക്കാർ പലതും പറഞ്ഞോട്ടെ, അതൊന്നും ഇന്നെ ബാധിക്കണ കാര്യമല്ല, ഐ ഡോണ്ട് കെയർ എന്നൊക്കെ. എന്നിട്ട് ഇതേപോലത്തെ സില്ലി ആയിട്ടുള്ള ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണിക്കുക. അതൊക്കെ എനിക്ക് ഇഷ്ടട്ടോ. CR7 നമ്മൾ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു ബിഗ് റീസൺ ആ ഒരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എനിക്ക് ഇഷ്ടമാണത്. പക്ഷെ 2 ഗോൾ അടിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ടീം ജയിച്ചതിന് ശേഷമൊക്കെ അത് കാണിക്ക്. റെഡ് കാർഡ് വാങ്ങി പോകുമ്പോഴല്ല, എന്താണെന്നറിയില്ല, ചില സമയത്ത് ഇയാൾ കാണിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം വരും. എനിവേ, നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ബൈ.